PDP പൊന്നാനി നിയോജക മണ്ഡലം കമ്മിറ്റി ഗസ ഐക്യദാർഢ്യ സംഗമവും ജാഫർ അലി ധാരിമി അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. ചമ്പ്രവട്ടം ജംഗ്ഷനിൽ നടന്ന പരിപാടി PDP സംസ്ഥാന സെക്രട്ടറി രാജീവ് മണി ഉദ്ഘാടനം ചെയ്തു. സക്കീർ പരപ്പരങ്ങാടി മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് മൊയ്തുണ്ണി ഹാജി അധ്യക്ഷത വഹിച്ചു. അബ്ദുറഹിമാൻ ഗസ ഐക്യദാർഢ്യ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഫൈസൽ ചങ്കരംകുളം പ്രാർത്ഥന നിർവഹിച്ചു. അഷ്റഫ് പൊന്നാനി, ഷംലിക് കടകശ്ശേരി, അസീസ് വെളിയങ്കോട്, സൈനബ ഫൈസൽ, MA അഹമ്മദ് കബീർ, കുമ്മിൽ അബ്ദു, ഷാഫി പെരുമ്പടപ്പ്, നിഷാദ് ചങ്കരംകുളം എന്നിവർ സംസാരിച്ചു. ഇസ്രായേൽ ജനത പലസ്തീനിലെ ജനതയോട് കാണിക്കുന്ന ഈ ക്രൂരത, അതിനെതിരെ പ്രതിഷേധിക്കണം, പ്രതികരിക്കണം. അതാണ് നമ്മൾ വേണ്ടത്. നമുക്കറിയാം, ഇന്നലത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ഒക്ടോബർ 2. നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ തൊട്ട് തന്നെ നമ്മൾക്ക് അറിയാവുന്നതാണ്. 10-14 വയസ്സുള്ളപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നല്ലൊരു സന്തോഷമുള്ള ദിവസമാണ്. കാരണം നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ജന്മദിനം. അത് സ്കൂളിലേക്ക് നമ്മൾ ചെല്ലണം എന്നത് സ്കൂളിൽ നിർബന്ധമുള്ള കാര്യമായിരുന്നു. ഇപ്പോഴേ അങ്ങനെ നിർബന്ധം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും നിർബന്ധമുള്ള കാര്യമായിട്ടുള്ള അന്നത്തെ കാലത്ത് അന്ന് എന്തായിരുന്നു, നമ്മൾ സ്കൂളില് സേവനമാനമായിട്ടായിരുന്നു അത് ആചരിച്ചിരുന്നത്, അല്ലെ? സ്കൂളും പരിസരവും ഒക്കെ വൃത്തിയാക്കുക. അന്ന് അതിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കായിക്കോട്ടെ മുതിർന്നവർക്കായിക്കോട്ടെ എല്ലാവരും അവർക്കൊക്കെ കട്ടൻ കാപ്പിയും കൊള്ളി പുഴുങ്ങിയതൊക്കെ കൊടുക്കുകയായിരുന്നു. വലതുപക്ഷ രാഷ്ട്രീയമാവട്ടെ, ഇടതുപക്ഷ രാഷ്ട്രീയമാവട്ടെ, ഏത് രാഷ്ട്രീയക്കാരുടെ ഇടയിലും പറയാനുള്ള ധൈര്യം കാണിച്ചു. അതിന്റെ തിക്തഫലമാണ് അദ്ദേഹം അനുഭവിക്കുന്ന ഈ ഭീകരത. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചേർന്ന ഈ യോഗം ഗസയിലെ പട്ടിണിയും ദുരിതവും വേദനകളും അനുഭവിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുള്ള നിരവധി ആളുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും, അതുപോലെ നമ്മുടെ പ്രിയ സഹോദരൻ ജാഫർ അലി ധാരിമിയെ അനുസ്മരിച്ചുകൊണ്ടും ഉള്ള ഈ യോഗം ഞാനിവിടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് PDP. എല്ലാമായിരുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി ജാഫർ അലി ധാരിമി നമ്മോട് വിട്ടുകൂടെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒന്നാമത്തെ അജണ്ട തന്നെ അവിടെ വെച്ചിട്ടുള്ളത്. ഒരു മുഖസ്തുതിയുടെ പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. പ്രത്യേകിച്ച് പൊന്നാനി മണ്ഡലത്തില് വളരെയധികം അഗാധമായ ഓരോ പാർട്ടി പ്രവർത്തനയും അഗാധത്തിൽ തൊട്ടറിഞ്ഞിട്ടുള്ള നേതാവായിരുന്നു ജാഫർ അലി ധാരിമി. പൊന്നാനി മണ്ഡലം മാത്രമല്ല, സംസ്ഥാനത്താകമാനം തന്നെ അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിക്കാത്ത സംഘടനാ പ്രവർത്തന മേഖലകളില്ല. മേഖലകൾ ഒരേ സമയം കൈകാര്യം ചെയ്തിരുന്ന ആള് പാർട്ടി മുൻകാലത്ത് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാൻ പറ്റുന്ന ആളെയും നമുക്ക് നോക്കി കാണാനില്ല. അത്തരം 3 മേഖലകളായി എല്ലാ മേഖലകളും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരനായിരുന്നു ജാഫർ അലി ധാരിമി. നമുക്കെല്ലാം അറിയപ്പെടുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന്റെ രോഗങ്ങൾ വകവെക്കാതെ, അദ്ദേഹത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി വകവെക്കാതെ പാർട്ടിക്ക് വേണ്ടി നിലകൊണ്ട്, പാർട്ടിക്ക് വേണ്ടി ജീവിതം മുഴിഞ്ഞു വെച്ച് എന്തെങ്കിലും ഒരു എൻഗേജ് ആവുന്ന കാര്യത്തിലേക്ക് പോലും അദ്ദേഹം തിരിയാറില്ല. തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉസ്താദ് പറയുമ്പോൾ എനിക്ക് ഓടിയെത്താൻ പറ്റിയില്ലല്ലോ എന്ന് പലപ്പോഴും പരിതപിച്ചിട്ടുണ്ട്. മുന്നണിയുടെ 2024 എന്ന ഭാഗമായി പൊന്നാനി, തവനൂർ, തിരൂർ മേഖലകളെ യോജിപ്പിച്ചുകൊണ്ട് ഞാനും ബഹുമാനപ്പെട്ട ജില്ലയുടെ ഉപാധ്യക്ഷനായ അഷ്റഫ് പൊന്നാനിയും ജാഫർ അലി ധാരിമിയും കൂടിയാണ് ഈ 3 മണ്ഡലങ്ങളെ കോർഡിനേറ്റ് ചെയ്തിരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ഓരോ പ്രവർത്തകനെയും നേരിട്ട് വിളിച്ച് സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുമ്പോൾ ഞങ്ങൾ 3 ആളും ഓരോ കാര്യങ്ങൾക്ക് ഡിസ്കഷൻ നടത്താറുണ്ടായിരുന്നു. ആ ഡിസ്കഷന്റെ അന്തിമ ഫലമാണ് ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർ കോർഡിനേറ്റ് ചെയ്തിരുന്നത്. ഇന്ന് ആ ഒരു മേഖല ഒഴിഞ്ഞു കിടക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ധാരിമി എന്ന് പറഞ്ഞാൽ
പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നതിലുപരി ഒരു സഹോദരനാണ് എന്ന് യാതൊരു സംശയവുമില്ല. Be in a place where you want to find the best out there. You'll amaze on how the world ticks for us. We got dreams, we got smiles, we got plans for everyone. We got dreams, we got smiles, we got plans for everyone. Akbar Travels of India Private Limited. Your travel mate.